ഹായ്, രേണുസുതി തന്നെയാണ് നമ്മുടെ സബ്ജക്റ്റ്. ഞാൻ 2 ദിവസത്തേക്ക് ഞാൻ നിങ്ങളുടെ സമയം ചോദിച്ചിരുന്നു. തീർച്ചയായിട്ടും ആ സമയപരിധിക്കുള്ളിൽ ഞാൻ നിങ്ങൾക്ക് ആ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഞാൻ ഇപ്പോൾ വന്നത് മറ്റൊരു കാര്യം പറയാനാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ മൊത്തത്തിലൊന്ന് യൂട്യൂബേഴ്സ് ഒന്ന് ഓടിച്ചു വിട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ ഒരു തുണ്ട്, അതായത് അവർ പുറപ്പെട്ട് അവർ കൊണ്ടുവന്ന് നമുക്ക് ഇട്ട് തന്ന ഒരു തുണ്ട്, ഇതിനെ ബേസ് ചെയ്തിട്ട് എല്ലാവരും വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈച്ച് ആൻഡ് എവരി വൺ, മിക്കവാറും യൂട്യൂബേഴ്സ് അനുകൂലിച്ചും പ്രതികൂലിച്ചും വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിൽ വീഡിയോ ചെയ്യാത്ത ഒരേ ഒരു വ്യക്തി അത് ഞാൻ മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഞാൻ ഒന്നും പണ്ട, എനിക്ക് സമയം തരുമെന്ന് പറഞ്ഞുകൊണ്ട് സ്കിപ്പായി നിൽക്കുന്ന ഒരേ ഒരു വ്യക്തി ഞാനാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവളുടെ സപ്പോർട്ടേഴ്സ് മുഴുക്ക പറയണത് ഞാനാണത് കള്ളമെന്ന് പറഞ്ഞതെന്ന്. ഞാൻ എവിടെയും അത് കള്ളമെന്ന് പറഞ്ഞിട്ടില്ല. അതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് അന്വേഷിച്ച് പറയാമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ എവിടെയും അത് കള്ളമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ കേട്ടോ, പിന്നെ അവർക്ക് സൂക്കേടില്ല എന്ന് ഞാനല്ല പറയണത്. നമ്മളെ ഒത്തിരി പേര് കോൺടാക്ട് ചെയ്യുക, എൻ്റെ നമ്പർ പബ്ലിക്കിലാണുള്ളത്. എന്നെ കോൺടാക്ട് ചെയ്ത് എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് പബ്ലിഷ് ചെയ്യുന്ന ഉറപ്പുള്ളവരാണ് എന്നെ കോൺടാക്ട് ചെയ്യണത്. അഫ്കോഴ്സ് ഞാനത് പബ്ലിഷ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ അഭിപ്രായമാണ്. അവർക്ക് ഡൗട്ടുണ്ട്. കാരണം ക്യാൻസർ പേഷ്യൻസ് ആയിട്ടുള്ള കുറേയധികം പേർക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ ആ വിളിച്ചവർക്ക് ഒക്കെ ക്യാൻസർ ഉണ്ടോ എന്ന് രേണുസുതിയുടെ ചേച്ചിക്ക് ചോദിക്കാം. നമുക്ക് തിരിച്ചു ചോദിക്കാൻ പാടില്ലേ? ഇതെന്താണ് നിങ്ങൾ പാസിസോ വൺ സൈഡഡ് ആണോ? ഒരിക്കലും അല്ല. പിന്നെ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ദിയാസനയുടെ വീട്ടിൽ പോലീസ് പോയിരുന്നു ചെക്കിങ്ങിന്. എന്തുകൊണ്ട് പോയി? ദിയാസനയുടെ അമ്മായിയമ്മ, മകള് ഒക്കെ ഇരുന്നുകൊണ്ട് അതായത് നാത്തൂന് ഉൾപ്പെടെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട് ഇവള് ഡ്രഗ് അടിക്കുന്നതിന് അവർ സാക്ഷിയായിട്ടുണ്ടെന്ന്. കൂടെ നടക്കുന്നവള് പറഞ്ഞിട്ടുണ്ട് ഡ്രഗ് അടിക്കുന്നതിന് സാക്ഷിയായിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, ഞാനും ഡ്രഗ് ആണോന്ന് അറിയില്ല, സിഗരറ്റ് വലിച്ചു വിടുന്നത് ഞാനും കണ്ടിട്ടുണ്ട്, മേ ബി അവൾ അത് ഉപയോഗിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതി ഞാനും പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ മറ്റൊരു പോയിന്റ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെക്സ് വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അവള്, എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ വിറ്റ്നസ് ആണ്, മീൻസ് ഞാൻ സാക്ഷിയാവാൻ തയ്യാറാണ്. അതും ഞാൻ പറഞ്ഞില്ല, ആ പറഞ്ഞ വ്യക്തിയുടെ പേരുൾപ്പെടെയാണ് ഞാൻ പറഞ്ഞത്. അയാളുടെ ഭാര്യയുമായിട്ട് അയാൾ ചെയ്യുന്ന സെക്സ് വീഡിയോ എനിക്ക് ഇവിടെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ പറയുമ്പോൾ പോലീസിന് ഇത് അന്വേഷിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. അപ്പം നിങ്ങളൊക്കെ പോലീസാണെന്ന് നോക്കും, നിങ്ങൾക്കത് അറിയത്തില്ലല്ലേ? നമ്മൾ കൺമുന്നിൽ ഒരു കൊലപാതകം നടക്കുകയാണ്, നമ്മൾ പോലീസ് ആവണം അവിടെ. ഈച്ച് ആൻഡ് എവറി പേഴ്സൺ പോലീസാണ്, അതറിയത്തില്ലേ? ആണ്. പട്ടാളക്കാർക്ക് വെടിവെച്ച് കൊല്ലാനുള്ള അധികാരമുണ്ട്. പക്ഷെ പട്ടാളക്കാർ പോലീസിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഓരോ പൗരനും പോലീസാണ്, ഓരോ പൗരനും മിനിസ്റ്ററാണ്, ഓരോ പൗരനും പ്രധാനമന്ത്രിയാകാനുള്ള റൈറ്റ്സ് ഉണ്ട്. ഇവിടെ ഈ നാട്ടിൽ ജനാധിപത്യ രാജ്യത്തിന്റെ ഏറ്റവും നല്ല പ്രത്യേകത എന്ന് പറയുന്നത് പൗരനുള്ള സ്വാതന്ത്ര്യമാണ്, പൗരസ്വാതന്ത്ര്യം. നമ്മുടെ മൗലികമായ അവകാശങ്ങളാണ് സഞ്ചാരം, ഭക്ഷണം, അഭിപ്രായം. ഇതൊക്കെ മൗലിക അവകാശങ്ങളിൽ പെടും. മറ്റേതെന്ന് പറയുമ്പം ഈ പറയുന്ന പോലീസിങ് എന്നുള്ള ഒരു കാറ്റഗറി വരുമ്പോൾ അവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഇടപെടൽ എന്താണോ ആ സർക്കംസ്റ്റൻസ് ഡിമാൻഡ് ചെയ്യുന്ന ആക്ഷൻസ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ കൺമുന്നിൽ ഒരു പെൺകുട്ടി ഉപദ്രവിക്കപ്പെടുകയാണ്, വി ക്യാൻ ടേക്ക് ആക്ഷൻ. നമ്മളവിടെ പോലീസ് ആവുകയാണ്. അല്ലാണ്ട് നമുക്ക് അതിനുള്ള അധികാരമില്ല. ഇപ്പം ആൾക്കൂട്ടാക്രമണം കണ്ടിട്ടില്ല, അവരെ പോലീസ് ആയതുകൊണ്ട് അടിക്കുക അല്ല. അതങ്ങനെ ചെയ്യുന്നത് അവർക്ക് അവിടെ അതിനുള്ള പവർ കൊടുക്കുന്നത് കൊണ്ടാണ്. നിയമം കയ്യിലെടുക്കുന്ന നിയമവിരുദ്ധം തന്നെയാണ്, തെറ്റാണ്. നിയമം കയ്യിലെടുക്കുന്ന ഒരുത്തനെ കണ്ടാൽ അവനെ പിടിച്ചു മാറ്റുകയും അറസ്റ്റ് ചെയ്ത് പോലീസ് എത്തുന്നവരെ അവനെ സേഫ് ആൻഡ് സെക്യൂർ വെക്കുന്നതും ഒരു തരത്തിലുള്ള ഒരു നിയമം തന്നെയാണത്. അപ്പോൾ ആ രീതിയിൽ നമുക്കിത് പറയാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട്. സ്പെഷ്യലി ഒരു മീഡിയ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു, ഞാനാണ് ഇതിൻ്റെ മെയിൻ എന്നുള്ളതാണ് പറയുന്നത്. എനിക്കിപ്പോഴും കൗതുകം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പ്രസ്തുത റെസിപ്റ്റിനെ പറ്റി ഞാനൊരക്ഷരം മിണ്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞത് ഗീവ് മീ 2 days, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ഇതിനെപ്പറ്റി റൈറ്റ് സൈഡിൽ വന്ന നമ്പറോ ലെഫ്റ്റ് സൈഡിൽ വന്ന ഡേറ്റോ അവളുടെ പേരിൻ്റെ അവിടുത്തെ ഉള്ള ബ്രൈറ്റ്നെസ്സോ ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല. ഞാനിതൊന്നും പറയാനും ആഗ്രഹിക്കുന്നില്ല. ഇറ്റ്സ് ഓൺലി ബിക്കോസ് എനിക്കിതിനകത്ത് ആധികാരികമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കിട്ടിയിട്ടില്ല. ഞാൻ ശ്രമിക്കുന്നുണ്ട്, ഞാൻ കൊണ്ടുവന്ന് തരും. പക്ഷെ ഇത് നിങ്ങൾ പറയുന്നതുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്ക് അവർ പറയണത് മുഴുക്ക ഫേക്കാണെന്ന് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മതി. ആദ്യം തന്നെ ആ സ്ത്രീ ഇന്നലെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ആദ്യം അവരാണ് ഇൻട്രോ കൊടുക്കുന്നത്. ആ ഇൻട്രോ കൊടുക്കുന്ന സമയത്ത് അവരുടെ വലത് ഭാഗത്ത്, അവർ കിടക്കുന്നതിൻ്റെ വലത് സൈഡിൽ പ്ലഗ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനകത്ത് ചാർജർ ഉൾപ്പെടെ കണക്ടറാണ്. ചാർജ് കണക്ട് ചെയ്ത് വെച്ച് ഒരു മൊബൈലും അതിൻ്റെ അടുത്തിരിക്കുന്നുണ്ട്. എന്നിട്ട് ഇവർ പറയുന്നുണ്ട്, ഞങ്ങൾ മൊബൈൽ ഉപയോഗിക്കുന്നില്ല, മൊബൈൽ ഉപയോഗിക്കുന്നതിന് ഡോക്ടർ വിലക്കിയെന്ന്. വിസിബിളായ നുണയാണ് അവരവിടെ പറഞ്ഞിട്ടുള്ളത്, നമുക്ക് മനസ്സിലാവുന്ന നുണ. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ ഈ വർത്തമാനം പറയുന്നത്? ഇവർ പറയണ മുഴുക്ക A to Z നുണയാകുന്നത്. ഇവർ യൂഷ്വലി സെയിങ് ഓൾ ദ തിങ്സ് ഇൻ ദാറ്റ് മാനർ ഓൺലി. അതായത് 15 വയസ്സിലൊരു മുഴ കണ്ടിരുന്നു,
ആ മുഴയാണ് ഇപ്പോൾ വളർന്ന് ക്യാൻസർ ആയെന്ന് പറയുന്നു. ഒരിക്കലും സാധ്യതയില്ലാത്തൊരു സാധനമാണ് അതൊരു. നിങ്ങളൊരു അതുപോലത്തെ ഓൺകോളജി ഡിപ്പാർട്ട്മെന്റിലുള്ള ഡോക്ടറോട് സംസാരിച്ച് നോക്കൂ, ദേ വിൽ എക്സ്പ്ലെയിൻ ടു യു. ഇത്രയും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് മുഴ അവിടെ ഇരിക്കും. അതേ സ്ത്രീ തന്നെ ഇന്നലെ പറയുന്നു എനിക്ക് പെട്ടെന്ന് എന്തോ ഹേർട്ടു അങ്ങനെ എന്തോ ഒന്നാണെന്ന് പറയുന്നു. ഞാനത് കേട്ടില്ല, എൻ്റെ മെഡിക്കൽ ടേംസ് എനിക്കറിയില്ല. പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നതാണെന്ന് പറഞ്ഞു. 15 വയസ്സ് തൊട്ട് ഇരിക്കുന്ന മുഴ പെട്ടെന്ന് ഇപ്പോഴാണോ സ്പ്രെഡായത്? 15 വയസ്സ് തൊട്ടുള്ള ഇയൊക്കെ 34 വയസ്സെന്ന് അവൾ പറയണേ. ഈ 34 വയസ്സ് വരെ ഒരു എത്ര 15 ആകുമ്പോൾ 30 പിന്നെ 4 പിന്നെ 19 വർഷം കഴിഞ്ഞപ്പോൾ അതിന് പെട്ടെന്ന് ഹേർട്ടുമായ, പെട്ടെന്ന് സ്പ്രെഡാവുന്ന സാധനമായ. നിങ്ങൾ പറയണതാണ് നാട്ടുകാർ കേട്ടിട്ട് പിന്നെ വിമർശിക്കുന്നത്. നിങ്ങളെ പണിയും നോക്കി ഇരുന്ന് ആരും നിങ്ങളെ വിമർശിക്കാൻ വരത്തില്ല. നിങ്ങൾ തന്നെ ഓരോന്ന് പറയും, എന്നിട്ട് ഇതും കൂടെ കൊണ്ടുവന്ന് ഷെഫീന ബീവിയാണോ കുഴപ്പം, ഷെഫീന ബീവിയാണോ കുഴപ്പം, യൂട്യൂബേഴ്സാണ് കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ്, ഒന്നും ചെയ്യാനാകത്തില്ല. പിന്നെ മരണമെന്ന് പറയുന്നത് ആർക്കും എപ്പോഴും സംഭവിക്കാം. ഐ ആം സീരിയസ്ലി സെയിങ്, ഞാൻ ടാർഗറ്റഡ് പേഴ്സൺ ആണ്. നിങ്ങൾക്ക് എന്നെ എത്ര ദിവസം കാണാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഈ വീഡിയോസേ നിങ്ങൾക്ക് അവസാനം ഉണ്ടാവുള്ളൂ. ഞാൻ കളിക്കുന്ന കളി ഇറ്റ്സ് എ വെരി റിസ്കി ഗെയിം, ആൻഡ് ഐ ആം ഷുവർ ദാറ്റ് ഇവരെന്നെ കൊല്ലും. നിങ്ങൾക്ക് എൻ്റെ അടുത്തുനിന്ന് ഞാനിന്ന് വക്കീലിനെ കാണാൻ ചെന്നപ്പോൾ വക്കീൽ എന്നോട് പറഞ്ഞതാണ്, ഷെഫീന ഒരു പ്രൊട്ടക്ഷൻ വേണം നിങ്ങൾക്ക്, അത് ഞങ്ങൾ അറേഞ്ച് ചെയ്യട്ടെ എന്നാ ചോദിച്ചേ. അത്രയ്ക്ക് അവർ ഭയക്കുന്നുണ്ട്. ആൻഡ് ദേ നോ ഞാൻ എവിടെ ടച്ച് ചെയ്തിട്ട് നിൽക്കുന്നതെന്ന്. അതാണ് ഈ ടാർഗറ്റഡ്. എന്തിനാണ് നിങ്ങൾ എന്നെ ടാർഗറ്റ് ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാൻ അതിൽ നിന്ന് പിൻവാങ്ങൂല, ഞാൻ മാറൂല. നിങ്ങൾക്കത് തോന്നലാണ്. നിങ്ങൾക്ക് ഈ നമ്മളൊക്കെ ചെയ്യുന്നത്, ഞാൻ ഹിസ്റ്ററിക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്കുള്ളത്. എൻ്റെ കോളേജ് ഡേയ്സിലും സ്കൂൾ ഡേയ്സിലൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയുള്ളത് ഹിസ്റ്ററിക്കാണ്. ചരിത്രം പഠിച്ചവരെ നിങ്ങൾക്ക് തിരുത്താനാവത്തില്ല. ചരിത്രം പഠിക്കുന്നതിൻ്റെ ഒരു മെയിൻ ഇതെന്താണെന്ന് അറിയാമോ? അവരങ്ങനെയാണ് ബോൺ ചെയ്തിരിക്കുന്നത്. ലവൾ പറഞ്ഞാൽ ഞാനൊരു ബോൺ ക്രിമിനലാണ്. അഫ്കോഴ്സ് ഇൻ ദിസ് മാറ്റർ ഐ എം എ ബോൺ ക്രിമിനൽ. ഇത്തരത്തിലുള്ള വൃത്തികെട്ടവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഏത് എക്സ്ട്രീമിലേക്ക് പോകാനും ഞാൻ തയ്യാറാണ്. ഇന്നൊരു ചാനൽ ചർച്ച കണ്ടു, അതൊരു ലേഡി ഇരുന്നുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു അവളെ ഞാൻ മാഫിയ സംഘമാക്കിയെന്ന്. അഫ്കോഴ്സ് ആണല്ലോ. ഹൗ കംസ് ദിസ് മച്ച് പീപ്പിൾ ബിഹൈൻഡ് മീ? എന്തിനേ? എൻ്റെ കൗതുകമാണ്. ഞാൻ എൻ്റെ പ്രേക്ഷകരോടാണ് ചോദിക്കുന്നത്. നിങ്ങൾ എൻ്റെ കഴിഞ്ഞ ദിവസത്തേക്ക് വീഡിയോസ് എടുത്ത് നോക്കാം, ഫുൾ യൂട്യൂബ് സെർച്ച് ചെയ്യുക. എവറി വൺ ഡിസ്കസിങ് അബൌട്ട് ആ ഒരു സ്പെസിഫിക് റെസിപ്റ്റ്. ഞാൻ ഡിസ്കഷൻ വെച്ചോ? ഞാൻ എന്തെങ്കിലും പറഞ്ഞോ അതിനെ ബേസ് ചെയ്ത്? ഞാൻ മിണ്ടിയിട്ടില്ല. പക്ഷേ ഇവരെല്ലാരും പിടിച്ചു വെച്ചിരിക്കുന്നത് മുഴുക്ക ഷെഫീന ബീബി പറഞ്ഞു എന്നാ. ഞാൻ പറഞ്ഞു എന്നാ? ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. വാടി വെട്ടാൻ പോയതുള്ളൂ. ആടി ഇനി എത്ര ബാക്കി കിടക്കും, നിങ്ങൾ ഇപ്പോഴേ കഴിഞ്ഞാലോ? ഞാൻ വിടൂല. ഞാൻ ഇടപെട്ടത് എപ്പോഴായിരുന്നു? ഞാൻ ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്ത് എൻ്റെ പാട് നോക്കി മിണ്ടാതിരുന്നാലും ഓരോ തവണ കുത്തമ്പൊടി ഞാൻ മിണ്ടാതിരുന്നു. കാരണം ഈ പറയുന്ന രോഗം മറയാക്കിക്കൊണ്ട് ഇവർക്ക് മറയ്ക്കാനുള്ള സാധനങ്ങൾ അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. നടക്കൂല. നീ ശ്രദ്ധ തിരിക്കാൻ നോക്കരുത്. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, തൂറിയവനെ ചുമന്നവന് നാറുമെന്ന്. സോ നീ പോയി ചേർന്ന സംഘങ്ങൾ നിന്നെ ഉപയോഗിച്ചുകൊണ്ട് ശ്രദ്ധ തിരിക്കലാണ് നടക്കുന്നത്. ഇവിടെ രണ്ടാമത് അൻസിബ ഇഷ്യൂ വന്നപ്പം ഇത് കുറച്ചുകൂടെ പിക്ചർ ക്ലിയർ ആയി വന്നതാണ്. അൻസിബയുടെ സുഹൃത്തുക്കൾ എടുത്തു പറഞ്ഞതാണ്, പ്ലീസ് ഓപ്പൺ അപ്പ്, നിനക്ക് പറയാനുള്ളത് നീ പറ എന്ന്. അൻസിബ പറയുന്നുണ്ടോ? റിഫ മെഹനുവിന്റെ മരണം തൊട്ട് ഇങ്ങോട്ട് നടക്കുന്നത് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഈസ് ഇൻവോൾവ്ഡ് ഇൻ ദിസ് മാറ്റർ. ഞങ്ങൾക്ക് ഓരോന്ന് ലിങ്ക് ചെയ്ത് പറയാൻ പറ്റുന്നുണ്ട്, ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. വി ഡോണ്ട് ഹാവ് സോളിഡ് എവിഡൻസ്. ഒരാൾ കൺഫസ് ചെയ്ത് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത്. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയതൊന്നും ചെറിയ കാര്യങ്ങളുമല്ല. ഞങ്ങൾക്ക് മനസ്സിലായി. കോടതിയിൽ തെളിയിക്കാൻ തക്കവണ്ണമുള്ള ഡോക്യുമെന്റ്സിനാണ് വെയിറ്റ് ചെയ്യുന്നത്. ഒത്തിരി പേര് മാപ്പ് സാക്ഷിയാവാൻ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല. മീ മൈസെൽഫ് ഇല്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, എൻ്റെ പ്രേക്ഷകരോട് പറയുന്നത്, എന്നെ ഇവർ കൊല്ലും. അതേ ദിവസമൊന്നുമില്ല എനിക്ക്, എന്നെ ഇവർ കൊല്ലും. ക്യാൻസർ മൂലം രേണു സുധി മരിച്ചു എന്ന് കേൾക്കുന്നതിനെക്കാട്ടി ക്യാപ്ഷൻ നിങ്ങൾക്ക് വരും, ഷെഫീന ബീബി കൊല്ലപ്പെട്ടു. അതാ നടക്കാൻ പോന്നേ. ഞാൻ ഈ ഒരു റെസിപ്റ്റിന്റെ ഇത് ഞാൻ എടുത്തു വെച്ച് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഞാൻ അതിനകത്ത് ഡേറ്റ് ഡിസ്കസ് ചെയ്തിട്ടില്ല. ഞാൻ അതിനകത്ത് നമ്പേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടില്ല. ഞാൻ എന്താ പറഞ്ഞേ, അവര് ക്യാൻസർ പേഷ്യൻസിന്റെ മെന്റൽ സ്റ്റാറ്റസ് കളയാനുള്ള തരത്തിലുള്ള പ്രചരണം നടത്തുന്നു. ഇറ്റ്സ് ഹൊറിബിൾ ആണ്. അതിനെതിരെ നമുക്ക് കർശനമായിട്ട് നടപടി എടുക്കണം. അറ്റ്ലീസ്റ്റ് അവർക്ക് അസുഖമുണ്ടോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷൻ തീർക്കാനായിട്ട് നിങ്ങൾ ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കണം. ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യണമെന്ന് പറഞ്ഞൊരു പരാതി നമ്മൾ കൊടുത്തിട്ടുണ്ട് ഹെൽത്ത് മിനിസ്റ്റർക്ക്. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ ചെയ്തു.
അപ്പൊ അവർക്ക് മനസ്സിലായി ബാക്കിയുള്ളവരിരുന്ന് കഥ പറയുന്ന കണക്കല്ല ഷെഫീന ആക്ഷൻ എടുക്കുമെന്ന്. സോ ഞാനത് ചെയ്തിട്ടുണ്ട്. എന്റെ കൺസേൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുസമൂഹത്തിനുള്ള ആ ഡൗട്ട് ക്ലിയർ ചെയ്യാന്നുള്ളതാണ്. അവർക്ക് ഈ അസുഖമുണ്ട് എന്ന് അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ തന്ന ഈ ഒരു സാധനം അത് കൃത്യമാണെന്ന് അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ എന്തിനാ അവർ പേടിക്കുന്നേ? സ്ട്രോങ് ആയിട്ടല്ലേ നിൽക്കേണ്ടത്. മിനിസ്റ്റർ അല്ല എൻ്റെ അപ്പുറത്ത് ആൾ വന്നാലും എനിക്ക് അസുഖം ഉണ്ട്, ഇതാണ് എൻ്റെ അസുഖം, എൻ്റെത് 4th സ്റ്റേജ് ആണ് എന്ന് സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പോരെ. നാട്ടുകാരെ പറ്റിക്കാൻ 4th സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പോരാ, അതിനകത്ത് കാണിക്കണം. ആ സർട്ടിഫിക്കറ്റിന് ആ 4th സ്റ്റേജ് ഉണ്ടാകണം. ഇല്ലെങ്കിൽ നിങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചതിനെതിരെ ഹെൽത്ത് മിനിസ്റ്റർക്ക് നിങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് അസുഖമുണ്ട് എന്നതിന്റെ അർത്ഥം പണമിടപാടുകൾ ഇങ്ങനെ വായ്ത്തോറാതെ നടത്താമെന്നല്ല. നിങ്ങൾക്ക് അസുഖം, നിങ്ങളിപ്പോൾ ഒരിക്കൽ ഇവർ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു എയർപോർട്ടിൽ ഇവരെ പിടിച്ചു നിർത്തിയെന്ന്. എന്തിനാ പിടിച്ചു നിർത്തിയേ? ഇവർ കൊണ്ടുവരുന്ന സാധനങ്ങളിൽ എന്തോ സംതിങ് ഉണ്ട് എന്ന് ഞങ്ങൾക്ക് ഇവരുടെ പോക്കുവരത്തിൽ ഡൗട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ ഇത്രയും ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു പേഷ്യന്റ് ബഹറിലേക്ക് എന്തിനു പോകണം പെട്ടെന്ന്? അവിടെ ഉദ്ഘാടനമുണ്ടോ? ഇല്ല. പിന്നെ എന്തിനു പോകണം? പ്രൊമോഷനോ? എന്തിനു പോയി? ഒബ്വിയസ്ലി അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ വട്ടന്മാരാണോ? അവർക്ക് ഡൗട്ട് ഉണ്ടാകും. ഇവളെ ഒന്ന് വിട്ടു നോക്കിയതാണ്, ഇങ്ങനെ പോകുമ്പോൾ ചെക്കിങ് വരുമോ ഇല്ലയോ എന്ന്. ചെക്കിങ് വരുന്നുണ്ട്. അപ്പോൾ മനസ്സിലായില്ല അവന്മാർക്ക് ഇത് ത്രൂ സാധനം വിട്ട ചെക്കിങ് എന്തായാലും വരും, ടാർഗറ്റഡ് ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യം പോലീസുകാർ നേരിടേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ കസ്റ്റംസ് നേരിടേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ബിഹൈൻഡ് ഞങ്ങളുള്ളത് കൊണ്ടാണ്. സ്ട്രോങ് ടീം ബിഹൈൻഡ്. അതെന്താണെന്ന് ഞങ്ങൾക്ക് അറിയണം. നിങ്ങൾക്ക് പണം സമ്പാദിക്കാൻ ഒരുപാട് വഴികളുണ്ട്, നിങ്ങൾ സമ്പാദിച്ചോളൂ. രാജ്യദ്രോഹം ചെയ്യരുത്, രാജ്യത്തിനെ ദ്രോഹിക്കരുത്. വികട സരസ്വതിയായ പ്ലക്കമ്മ വന്നിരുന്നോണ്ട് പറയണേ ഞാൻ രാജ്യദ്രോഹിയാണെന്ന്. ഈ നാട്ടില് എന്നെ പോലൊരു രാജ്യസ്നേഹിയെ നിങ്ങൾക്ക് ഇനി മഷിയിട്ട് നോക്കിയാൽ കിട്ടത്തില്ല. 15,000 ദിർഹംസ് ശമ്പളമുള്ള ഒരു ജോലി എടുത്ത് കുപ്പയിലിട്ടിട്ട് ഇറങ്ങി വന്നവളാണ് ഞാൻ. എന്റെ രാജ്യത്തെ ഒരു പൗരനെ അവിടെ പിടിച്ചിട്ടതിന്, വാശിക്ക്, ദേഷ്യത്തിന് പറഞ്ഞിട്ട് ഇറങ്ങി വന്നത്. എനിക്ക് കുപ്പയാണത്. എന്റെ രാജ്യം എന്നെ സ്വീകരിക്കാനെന്ന് പറഞ്ഞിട്ട് വന്നവളാണ് ഞാൻ. അതേപോലെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഞാൻ ഇൻവോൾവ് ആണെന്ന് തെളിയിക്കുന്നേ. ഞാനോ എൻ്റെ മക്കളോ അങ്ങനെ യാതൊന്നിനും പോയി നിൽക്കത്തില്ല. ബിക്കോസ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ, ചരിത്രം പഠിച്ചവരുടെ അടുത്ത് കളിക്കാൻ നിൽക്കരുത്. ചരിത്രം അറിയാം എനിക്ക്, അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇത്രയും ഒക്കെ ആയിട്ടും ഷെഫീന ബീവിയാണ് ടാർഗറ്റ്. ഇന്നലെ ഒരുത്തി വന്നിരുന്നുകൊണ്ട് ശാപം ഇടുന്ന ഒരു വീഡിയോ ഇട്ടു. നിങ്ങൾക്കറിയാമോ അത് ആദ്യം ഇട്ടത് ആരാണ്? രാജ് ടോക്സ് ആണ്. അതിനുശേഷമാണ് ഓരോരുത്തരെടുത്ത് വെച്ചിട്ടത്. ഞാൻ പിന്നെ ഏറ്റവും അവസാനമാണ് ഇട്ടത്. പക്ഷെ അവൾ എൻ്റെ വീഡിയോയെ കണ്ടിട്ടുള്ളൂ. നിങ്ങൾ ഓർത്ത് നോക്കി, എൻ്റെ വീഡിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇന്ന് ഇട്ടിരിക്കുന്ന എന്തിനാ? കൊച്ചു പയ്യനെ പോലും ഞാൻ കാമ പൂർത്തീകരണത്തിന് വിളിച്ച് വീട്ടിൽ കയറ്റുന്നു. തെറി വിളിച്ച് പ്രാവിയെ ഒരുത്തിയ അതിനെതിരെ ആളുകൾ വീഡിയോ ഇട്ടേന് ഷെഫീന ബീബി കൊച്ചു പിള്ളേർക്കൊപ്പം കിടക്കുന്നു എന്നുള്ളതാണ്. ഇനി ഞാൻ സിംഗിളല്ലേ, ഞാൻ കൊച്ചിൻ്റെ കൂടെ മുതുക്കിൻ്റെ കൂടെ ഒക്കെ കിടക്കട്ടെ. ഇതൊക്കെയാണോ നിങ്ങൾക്ക് എന്നെ പറ്റി പറയാനുള്ളത്? ഇതേ ഉള്ളൂ. നിങ്ങൾ പറയുന്ന രീതിയിൽ എന്തെങ്കിലും മോശമുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഒരു ഹസ്ബൻഡ് ഉണ്ടാവണം, അദ്ദേഹത്തിന് ഞാൻ ചീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് കഴമ്പുണ്ട്, ഞാൻ എൻ്റെ കൊച്ചുങ്ങളുടെ അച്ഛൻ ആരെന്ന് അറിയത്തില്ലെന്ന്. അയ്യോ, നീ അറിയണ്ട, അവന്മാർക്ക് അറിയാം. അമ്മ ജീവിച്ചിരിപ്പുണ്ട്, എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്കും. ഞാൻ അവർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ എന്നോട് ചോദിച്ചോളൂ. ഞാൻ അവിടെ ജീവിച്ചിരിക്കുകയല്ലേ. ഞാൻ ചത്തുപോയാലല്ലേ കുട്ടികൾ വന്നിട്ട് അയ്യോ അമ്മച്ചി മരിച്ചു പോയി, ഞങ്ങളുടെ അച്ഛൻ ആരെന്ന് അറിയത്തില്ല എന്ന് അവർക്ക് ഡൗട്ട് വരുന്നുണ്ടോ? എൻ്റെ മക്കൾക്കില്ലാത്ത ഡൗട്ട് നിങ്ങൾക്ക് എന്തിനാ വരുന്നത്? എൻ്റെ കുട്ടികൾക്ക് എത്ര അച്ഛനുണ്ടെന്ന് അവർക്ക് അറിയത്തില്ലെന്ന്. അതിപ്പോൾ അവർക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഞാനല്ലേ ഉണ്ടാക്കിയത്, എനിക്കല്ലേ അറിയാൻ പറ്റൂ. ഞാൻ ജീവിച്ചിരിക്കുന്ന പോലെ എൻ്റെ കുട്ടികൾക്ക് അച്ഛനുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തോളാം. ആ ടെൻഷൻ നിങ്ങൾ അടിക്കണ്ട. 2 പേർക്കുണ്ടാക്കി 2 അച്ഛൻ. അയ്യോ, അങ്ങനെയാണോ? അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. ചരിത്രത്തിലെ അങ്ങനെ പല കാര്യങ്ങളില്ലേ. പാഞ്ചാലിക്ക് 5 ആയിരുന്നു, ഇല്ലായിരുന്നില്ലേ? 5ലും 5 കുട്ടികളായിരുന്നു. നിനക്ക് എങ്ങനെ അറിയാം? കൺഫേം DNA ടെസ്റ്റ് നടത്തി അറിഞ്ഞാൽ അതൊക്കെ ഉണ്ടാവും. എനിക്കിപ്പോൾ 2 വിവാഹം ഉണ്ടെന്ന് പറയുന്നതിൽ എനിക്ക് ഒരു ഷെയിമും ഇല്ല, അത് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ഞാൻ അതിനകത്ത് വിഷമിക്കുന്നുമില്ല. പിന്നെ കൊച്ചു ചെറുക്കന്മാരോടെ പിടിച്ചെന്നാ എന്തായാലും ഇറക്ഷനുള്ള ആൾക്കാരെ നോക്കിയേ പിടിക്കാൻ പറ്റുള്ളൂ. വർക്കറിയുന്നവനെ പിടിച്ചിട്ടില്ലേ കാര്യമുള്ളൂ. അത് ഞാൻ ചെയ്ത്, അത് എൻ്റെ സ്വാതന്ത്ര്യമാണത്. ആണ്, തെളിവുണ്ടാ? അതില്ലല്ലോ. അല്ലെങ്കിൽ ഉണ്ടാക്കി കൊണ്ടുവന്നാലും ഇവിടെ ഒരു പുള്ളയില്ല, ഒരു പുടുങ്ങും ഇല്ല. അതൊക്കെ എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഞാൻ ഡീസൻ്റ് ആണെന്നോ പതിവ്രതയാണെന്നോ എനിക്ക് നാളെ കല്യാണാലോചനയാണെന്നോ ഞാൻ പറഞ്ഞില്ല. പിന്നെ അടുത്ത പറയണതാ ഞാൻ വയസ്സായെന്ന്. അസൂയം കുശുമിനെ മരുന്നില്ലടേ, അതൊന്ന് രക്ഷപ്പെടാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നതാണൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. ഇത്തിരി പ്രായം കാണിക്കാനായിട്ട് പറ്റണ്ടേ. ഇനിയിപ്പോൾ അടുത്ത് എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ഐഡിയയും കൊണ്ട് വരാം, ഇത്തിരി വയസ്സായതായിട്ട് കാണിക്കാം. നിങ്ങൾക്ക് അതങ്ങോട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് കിട്ടണ്ടായോ? ആ സ്ത്രീ പറഞ്ഞത് മലയാളം ABC മലയാളം അങ്ങനെ എന്തൊരു ചാനലാണ്, അവർ പറഞ്ഞായിട്ടാണ് ഞാൻ കൗതുകത്തോടെ നോക്കുന്നത്. സോ ഇത് ഇപ്പം ഈ നടക്കുന്ന ഈ ഒരു സോഷ്യൽ മീഡിയയിലുള്ള ഈ ഒരു ഇത് തീർച്ചയായിട്ടും വഴിതിരിച്ചു വിടലാണ്.
ഈ രേഷ്മ എന്ന പറയുന്ന സ്ത്രീയെ വെച്ചുകൊണ്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വിചാരിക്കുന്ന ഒരു വിഷയത്തിൽ നിന്ന് നമ്മളെ മാറ്റിക്കൊണ്ട് പോവുകയാണ്. ഗെയിം ചേഞ്ചർ എന്ന് കേട്ടിട്ടില്ലേ? അതാണ് ഈ കാണുന്നത്. നിങ്ങൾ ട്രസ്റ്റ് മീ, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലേലും ഇനിയും ഒരുപാട് പെൺകുട്ടികൾ ഈ വൃത്തികെട്ട റാക്കറ്റിൽ പോയി വീഴും. ഈ വൃത്തികെട്ട റാക്കറ്റ് ഒരുപാട് പെൺകുട്ടികളെ കൊണ്ടുപോയി ചതിക്കും. അതിനെതിരെയാണ് നമ്മുടെ പോരാട്ടം. അപ്പൊ ആ പോരാട്ടത്തിൽ നമുക്കൊപ്പം നിൽക്കേണ്ടവരാണ് ഈ വൃത്തികെട്ട സാധനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് എന്നെ അടിക്കാൻ നിൽക്കുന്നത്. നിങ്ങൾ എന്നെ അടിച്ചിട്ട് ഒരു കാര്യമില്ല. വേസ്റ്റിംഗ് ടൈം. 6 വർഷമായിട്ട് സോഷ്യൽ മീഡിയയിലുള്ളവളാണ് ഞാൻ. എന്റെ ചാനൽ അടിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ആ ചാനൽ റിക്കവർ ചെയ്തെടുക്കാൻ അറിയാത്തത് കൊണ്ടല്ല ഞാനത് റിക്കവർ ചെയ്തിരുന്നത്. ഞാനാണ് ബ്രാൻഡ് എന്ന് തെളിയിക്കാനാണ്, തെളിയിച്ചോളുവാണ് ഞാൻ. ഷെഫീന ബീവി എന്ന വ്യക്തി ഏത് ചാനൽ തുടങ്ങിയാലും അതിന് കിട്ടേണ്ട റീച്ച് കിട്ടിക്കോളും, കാണേണ്ടവർ അവിടെ ഒന്ന് കണ്ടോളും എന്നുള്ള ഉറപ്പ് എനിക്ക് ഇപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ട്. ചാനൽ അടിച്ചു കളഞ്ഞാൽ ഇതാവൂല. പിന്നെ കേസുകൾ, ഞാൻ കൊടുത്ത കേസിന്റെ പുറത്തൊരു കേസ് ഇല്ല. ഞാനാണ് ഡെയിലി കേസ് കൊടുക്കുന്നത്. കൗണ്ടർ കേസാണ് വരുന്നത്. കൗണ്ടർ കേസ് എടുത്ത് തൂരെയാണ് കളയണത്. ഒരെണ്ണത്തിൽ പോലും എന്നെ പിടിക്കാൻ കിട്ടാത്തത് എന്തുകൊണ്ടെന്നാൽ പറയണ കാര്യത്തിൽ ജെന്യൂനിറ്റി ഉള്ളത് കൊണ്ടും കൃത്യമായത് കൊണ്ടുമാണ്. അടൂരുള്ള ഈ പറയുന്ന ഒരു അനാഥാശ്രമത്തിൽ നടന്ന കൊടും ക്രൂരത പുറത്തേക്ക് കൊണ്ടുവന്ന വ്യക്തിയാണ് ഞാൻ. ധൈര്യപൂർവ്വം ആളുകളുടെ വോയിസ് വെച്ച് തന്നെ ഞാൻ കൊണ്ടുവന്നതാണ്. അവരിപ്പോഴും ചിരിച്ചുകൊണ്ട് സൊസൈറ്റിയിലുണ്ട്. അതുകൊണ്ട് അത് പറയേണ്ടടുത്ത് പറഞ്ഞ ചൈൽഡ് ലൈനെ വൃത്തിയായിട്ട് അറിയിച്ച് അവർ വരാൻ വൈമുഖ്യം കാണിച്ച അവരെ ഫോഴ്സ്ഫുള്ളി അവിടെ കൊണ്ടുവന്ന് തെളിവെടുത്ത കുട്ടിയുടെ സാക്ഷിമൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തി ആ സ്ഥാപനം അടച്ചു പൂട്ടിച്ചവളാണ് ഞാൻ. കൊച്ചുകളുടെ മർമ്മത്തേക്ക് മുളക് കലക്കി ഒഴിക്കുന്ന ഒരു വൃത്തികെട്ട സ്ത്രീയെ സമൂഹത്തിൽ തുറന്നു കാണിച്ചു കൊടുത്തവളാണ് ഞാൻ. എനിക്കതേ പറ്റുള്ളൂ. നിങ്ങൾ അവളെ തൂക്കിക്കൊണ്ട് നടക്കണ എന്റെ കുറ്റമല്ലല്ലോ. ഞാൻ ചെയ്യേണ്ടത് ഞാൻ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ആസ് ഒരു ഇന്ത്യൻ നാഷണൽ എന്ന നിലയിൽ ഈ രാജ്യത്ത് നടക്കുന്ന തെറ്റുകുറ്റങ്ങളെ പറ്റി വിശകലനം ചെയ്യാനും ചർച്ച ചെയ്യാനും ഞാൻ എന്റെ മീഡിയ ഉപയോഗിക്കുന്ന എന്റെ റൈറ്റ്സ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ഒരു മതവിശ്വാസമോ മതവാദമോ അല്ല പറയണത്. എന്റെ പൗര എന്നുള്ള അവകാശവും അധികാരവുമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിന് മുകളിലേക്ക് ഒരു കട്ട എടുത്ത് വെക്കാൻ നിന്നെ കൊണ്ടൊക്കത്തില്ല. എനിക്കെതിരെ നിൽക്കുന്ന വെറും കുറെ എത്തുവാളിച്ചികളാണ്. അവിഹിതവും വ്യഭിചാര ചരിത്രവും മാത്രമുള്ള നിന്നെയൊക്കെ അല്ല ഞാൻ ടാർഗറ്റ് പോലും ചെയ്യുന്നില്ല. ഞാൻ നിൽക്കുന്ന പ്രതലം എന്താണെന്നും എന്തിനാണെന്നും എനിക്ക് നന്നായിട്ടറിയാം. ഞാനിതിൽ കൊല്ലപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് തുറന്നു പറയണത്. ഓഫ്കോഴ്സ് എനിക്ക് എന്റെ ജീവൻ നഷ്ടപ്പെടും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. പക്ഷെ ഐ ആം റെഡി. നിങ്ങൾക്ക് എന്നെ കൊല്ലാനേ പറ്റുള്ളൂ. പക്ഷെ ഇൻഫർമേഷൻ വിൽ ബി ദയർ. നിങ്ങളെ ഞാൻ തീർത്ത് കെട്ടു. നിങ്ങളുടെ റാക്കറ്റിസം ഞാൻ പൊളിയിലേക്ക് കൊണ്ടുവരും. തീർച്ചയായിട്ടും കൊണ്ടുവരും. എന്റെ ഒപ്പം നിൽക്കുന്നവർ നിൽക്കണ്ട. ഞാൻ തനിച്ചാണ്. ഒൺമാൻ ഷോ എന്ന് പറയുന്നത് കേട്ടില്ലേ? ആരെങ്കിലും ഒരാൾ എനിക്ക് വേണ്ടി ഏതെങ്കിലും ഒരു സ്റ്റാറ്റസ് ഇട്ടാൽ ഉടനെ അവിടെ പോവുക, അവരെ കൂട്ടത്തോടെ ആക്രമിക്കുക, പേടിച്ച് അവർ മാറ്റി പറയുക. ഇതിൽ നടക്കുന്നത്. പിന്നെ ഞാൻ കോണാനെടുത്തോ ജെട്ടി ഇട്ടോ ഡയപ്പർ ഇട്ടോ എന്നുള്ളത് ടെൻഷൻ അടിക്കണ്ട. ഇതേ പ്രായത്തിലേക്ക് എത്തുമ്പോൾ ഇതിനേക്കാൾ വൾഗറായ ഒരു ഇതിലേക്ക് എത്തും. ഇതേ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ഒരുത്തിയാണ് ഇപ്പൊ അവിടെ കിടന്നുകൊണ്ട് ഈ കിക്കിലൈനും കുക്കിലൈനും വെച്ചിരുന്ന് മോങ്ങുന്നത്. മറ്റൊരാളുടെ അസുഖത്തിനെ വെച്ചിട്ട് കളിയാക്കുന്നവർക്ക് കിട്ടുന്ന മറുപടികളാണ് അതൊക്കെ. മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്ത് രീതിയിലുള്ള എക്സ്പ്ലനേഷൻ നിങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടാലും നമ്മുടെ കണ്ണിലെ കാഴ്ചക്ക് കാണുന്ന സാധനങ്ങൾ നമ്മൾ പറയും. അത് ഞങ്ങളുടെ റൈറ്റ്സ് ആണ്. അത് നിങ്ങൾ ഒരു സെന്റിമെന്റ് സാധനം കൊണ്ട് അറ്റാക്ക് ചെയ്യണ്ട. പച്ചയിറച്ചി തിന്ന് മതിയായില്ലെന്ന് ചോദിച്ചാൽ എന്റെ പച്ചയിറച്ചി തിന്നുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് അവൾ മിണ്ടാതിരിക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് അവക്കത് പറയാമല്ലോ. അവരെ ടാർഗറ്റ് ചെയ്യാതിരിക്കും, അവരെ വിട് എന്ന് പറയുന്നുണ്ടോ? ഇല്ല. പകരം എന്റർടൈൻ ചെയ്യുന്നു, എൻകറേജ് ചെയ്യുന്നു, സാധനം എടുത്ത് പിൻ ചെയ്ത് വെക്കുന്നു. നമുക്ക് എങ്ങനെ ശ്രദ്ധ വരുന്നു? അത് പിൻ ചെയ്ത് വെക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നടക്കുന്ന ചർച്ചയിൽ എന്നെ കൊല്ലാനാണ് പദ്ധതി. അതറിയോ നിങ്ങൾക്ക്? അപ്പൊ ഇതൊക്കെ കണ്ട് ചിരിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ. ആളാരാണെന്ന് അറിയാൻ വയ്യ പറ്റുള്ളത്. മനസ്സിലായി? അതിനകത്ത് കയറിയിരിക്കുന്ന ഞാൻ ഏത് നമ്പറാണെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഞാൻ ഇപ്പൊ ഉടനെ തന്നെ ഇറങ്ങി വരും. നിങ്ങൾ അവിടെ ഇരുന്ന് തീരുമാനിച്ചെടുക്കി. ഞാൻ അതിനകത്തിരുന്നിട്ട് എന്നെ കൊല്ലാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കിട്ടിയെന്ന് വരത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ മാറിത്തരാം. എന്നിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് തട്ട്. എന്താ ക്രൈം എന്നറിയോ നിങ്ങൾക്ക്? ക്രൈം സീൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? ഇവരുടെ റിസീപ്റ്റിലോ ഇവർ പറഞ്ഞ മെഡിസിനിലോ ഇവർ പറഞ്ഞ ക്യാൻസറിന്റെ സ്റ്റേജിലോ ഒന്നും തന്നെ ആരും ട്രസ്റ്റ് ചെയ്യാത്തത് അവർക്ക് ചുറ്റുമുള്ള ആൾക്കാർ തന്നെയാണ്. നമ്മളല്ല, ഞാൻ അവരെ കാണുന്ന പോലുമില്ല. എനിക്ക് അവരെ പറ്റി ഒരു കാര്യവും താല്പര്യവുമില്ല. ഇവർ ഇവിടുന്ന് പോക്കുവരത്ത് നടത്താനോ ഈ ക്യാൻസർ എന്ന ഒരു സംഗതി കൊണ്ട് ഇവർ ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്റെ കൺസേൺ ആണ്. തീർച്ചയായിട്ടും ഞാൻ അതിനെതിരെ സംസാരിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അടൂർ കേസ്
ഈ അനാഥാശ്രമത്തിന്റെ കേസ്, അതല്ലാതെ 10-28 കുട്ടികളുടെ സാലറി കേസ്. അന്നൊന്നും എനിക്ക് തീരെ വയ്യ, ഞാൻ ഹെൽത്ത് ബേസ് ഞാൻ തീരെ ഓക്കെ അല്ല. പക്ഷെ അപ്പോഴും ഞാൻ നിന്നു, നിലകൊണ്ടു. എനിക്കെതിരെ കേസ് വന്നു. ആ കേസെന്ന് പറഞ്ഞാൽ പ്ലഡ്ജ് ചെയ്യാനാണ്, എൻ്റെ വസ്തു പ്ലഡ്ജ് ചെയ്യാനാണ് വന്നത്. എൻ്റെ മക്കൾക്കുള്ള അവസാനത്തെ ആശ്രയമാണ് ആ പ്രോപ്പർട്ടി. അത് പ്ലഡ്ജ് ചെയ്ത് കൊണ്ടുപോകാനാണ് അവരവിടെ നിന്ന് കളി കളിച്ചത്. പക്ഷെ അത് എനിക്ക് സാധകമാകുന്ന രീതിയിൽ കോടതിയിൽ വാദിച്ച് ജയിക്കാൻ എൻ്റെ വക്കീലിന് സാധിച്ചു. കാരണം എൻ്റെ ഇന്റൻഷൻ വെരി ക്ലിയർ ആണ്. ആ കുട്ടികൾക്ക് ശമ്പളം കിട്ടുക എന്നുള്ളതാണ്, അവർ പീഡിപ്പിക്കപ്പെട്ട കുട്ടികളാണ് എന്നുള്ളത് കൃത്യമായ എവിഡൻസ് മൂലമാണ് ഞാൻ പുറത്തേക്ക് വെച്ചത്. അതിനെ തടയിടാൻ അന്ന് കുറെ വൃത്തികെട്ട യൂട്യൂബേഴ്സ് ആയിരുന്നു കൂടെ നിന്നത്. അവർക്കൊപ്പം നിന്നത് യൂട്യൂബേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഈ യൂട്യൂബേഴ്സ് എന്നുള്ള കൂട്ടിപ്പിടുത്തത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കുക. എനിക്ക് താല്പര്യമില്ല അങ്ങനെ കേൾക്കാനായിട്ട്. ഞാനിത് എൻ്റെ ഒരു ജീവിതചര്യയാക്കി വെച്ചിരിക്കുന്ന കാര്യമാണ്. ഓരോരുത്തർക്കും ഓരോരോ നിയത്തുകളുണ്ടാവും. നിയത്തിൻ്റെ മീൻസ് ഓരോരുത്തരെയും ഒന്നിനൊന്നിനെ നിയോഗിച്ചിരിക്കുകയാണ്. നമ്മുടെ നിയോഗം ഇതാണ്. ഇതുകൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരിക്കലുമില്ല. ഈ റാക്കറ്റിനെ തോപ്പിക്കാനോ നിർത്തലാക്കാനോ പറ്റത്തില്ല. നമ്മളിപ്പം ഒരാളെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണു, ആൻഡ് അനദർ വൺ റൈസ് അപ്പ് ആകും. സോ അവനെ ഒതുക്കാൻ അല്ലെങ്കിൽ അവളെ ഒതുക്കാൻ അടുത്തൊരാൾ വരിക തന്നെ ചെയ്യും. ആ നിയോഗം അവിടെ ഉണ്ടെങ്കിൽ അത് സാധിക്കും. ഇഷ്ടത്തോടെ സ്വാതന്ത്ര്യത്തോടെ ഒരാൾ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല, തർക്കമില്ല, നമ്മൾ അതിനകത്തൊന്നും പറയാനൊക്കത്തില്ല. അതേസമയം ഇഷ്ടമില്ലാതെ അവരുടെ പെർമിഷൻ ഇല്ലാതെ അവരെ ആ വൃത്തികേട്ടിലേക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഖണ്ഡിക്കപ്പെടേണ്ടതാണ്, നിർത്തലാക്കപ്പെടേണ്ടതാണ്. അതിനെ സ്ട്രോങ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യപ്പെടേണ്ടതാണ്. അതിന് ചെയ്യാൻ കഴിയുന്നത് എന്തും നമ്മൾ ചെയ്യുക തന്നെ ചെയ്യും. ഈ രേണുസുതി മാറ്ററിൽ ഞാനൊരു അക്ഷരം പറയാതിരിക്കുന്നിടത്ത് എന്നെ ചീണ്ടിക്കത്ത് കുത്തുമ്പോൾ ഞാൻ വിടുമെന്ന് വിചാരിക്കുന്നുണ്ട്. പലരുടെയും കമന്റ്സിന്റെ മെയിൻ ഇതെന്ന് പറയുന്നത് നിനക്ക് വേറെ പണിയില്ല. എനിക്കൊരു പണിയില്ല, എനിക്ക് പണിയില്ല. ഇതാണ് എൻ്റെ പണി. എന്താ ഇപ്പ നിനക്കൊന്നും പണിയില്ലേ? എന്താ നിന്റെ പണി? നിനക്കൊക്കെ എന്താ? ഞാൻ നിന്റെയൊക്കെ വീട്ടിൽ അരിയും ചോദിച്ചു വന്നാ? ഇല്ലല്ലോ. ഈ ആ പറയുന്ന സ്ത്രീ മിണ്ടാതിരുന്ന നമ്മളും മിണ്ടാതിരിക്കാൻ പറ. വയ്യാന്ന് പറഞ്ഞിട്ട് കുറെ ഇമോഷണൽ സാധനങ്ങളും ഒക്കെ ഇട്ട് ആളുകളെ കളിയാക്കാൻ വന്ന അവള് വിചാരിക്കുന്ന കണക്ക് ബാക്കിയുള്ളവർ മന്ദബുദ്ധികളല്ല. ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ, അതുകൊണ്ടല്ലേ അവര് റിയാക്ട് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന കുറെ സില്ലി ആയിട്ടുള്ള കുറെ എണ്ണം കൊണ്ട് ഇരുന്നുകൊണ്ട് പ്രാക്കും പേരുദോഷവും വൃത്തികേടും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ച് നിങ്ങൾക്കല്ലേ കിട്ടുന്നത്, നമുക്കല്ലല്ലോ കിട്ടുന്നത്. അസുഖം കിട്ടിയാൽ നിനക്കും കിട്ടും. ആണോ? അങ്ങനെയാണോ? ഇവിടെ 10 ഒരാൾക്ക് ഇതുണ്ടാകുന്നുണ്ടെന്നാ പറയുന്നേ. അതെല്ലാവർക്കും വരുന്നൊരു മാരക വ്യാധി തന്നെയാണ്. മിക്കവാറും ആരും അതിൽ നിന്ന് അതീതരൊന്നുമല്ല. അതൊരു കർമ്മയുടെ ഫലമാണെന്നും ഞാൻ പറയത്തില്ല. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു അസുഖം വരുമ്പോഴെങ്കിലും നമ്മൾ ദൈവവിചാരത്തോടു കൂടി കുറച്ച് മൗനം പാലിക്കണം. ഇന്നലെ വരെ മോനെന്ന് പറഞ്ഞ് കൊണ്ട് നടന്ന ചെറുക്കനെ എമ്മാതിരി എടുത്ത് റോഡിലിട്ട് കൊടുത്തു. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ സംസാരിക്കും. ബിക്കോസ് എനിക്കിങ്ങനെ എന്താ പറയണ പൊതിഞ്ഞിട്ടുള്ള പരിപാടിയൊന്നുമില്ല. അച്ഛനെ ഞാനൊന്നും പറയാതെ വിടുന്നത് അദ്ദേഹത്തിനെ ഒരു ബിഷപ്പ് എന്ന രീതിയിൽ ഞാൻ കൺസേൺ ചെയ്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ അയാളെ ഞാൻ വലിച്ച് തേച്ച് കീറി ഒട്ടിച്ചിട്ടുണ്ടാവും. ഇപ്പോഴും ഉണ്ട് എൻ്റെ കയ്യിൽ. മുലക്കച്ച കെട്ടിയവനാണ് ഇത് അത്രയും ചെയ്യിക്കുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എൻ്റെ കയ്യിലുണ്ട് ഡോക്യുമെന്റ്സ്. ഞാൻ എടുത്ത് പബ്ലിഷ് ചെയ്യും. ചൊറിയരുത്, മാന്തും. ചാവുന്നതിന് മുമ്പ് ഞാൻ മാന്തിയിട്ടേ വിടുള്ളൂ. അത് ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ലാസ്റ്റായിട്ട് ഒരു വേർഡും കൂടെ പറയാം. ചില നാറികള് പെണ്ണ് കിട്ടാതെ എന്തം പറക്കി നടക്കുന്നവര് സുൽത്താൻ കുടുംബത്തില് ആലോചന വന്നെന്ന് പറഞ്ഞ് പൊങ്ങുന്നുണ്ടായിരുന്നു. സുൽത്താൻ കുടുംബത്തിൽ വന്നു കയറാനൊരു യോഗ്യത വേണം. ആ യോഗ്യത ഉള്ളവൻ ആണെങ്കിൽ വേണ്ടിയില്ല. പെണ്ണ് കെട്ടാതെ ഇങ്ങനെ നടക്കുന്ന നിനക്ക് ഏതെങ്കിലും അല്ലെങ്കിൽ ആ കാറ്റഗറിയിൽ നിന്ന് തന്നെ ഒരെണ്ണത്തിന് കിട്ടും, വാങ്ങിച്ചു വെച്ചോ. അല്ലാതെ സുൽത്താൻ കുടുംബത്തിലെ ആളെ ആലോചിക്കാനുള്ള യോഗ്യത ഇല്ല. മനസ്സിലായടാ? ഞാൻ വല്ലതും പറഞ്ഞാൽ അറം പറ്റിപ്പോവും. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷെ മനസ്സിലാവും നിനക്കത്. വൈകാതെ നീ അതിൻ്റെയൊക്കെ എത്തും. അതിലേക്കുള്ള വഴി ഞാൻ നിനക്ക് തുറന്നു വെച്ചിട്ടുണ്ട്. കാണാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ വിഷയത്തിൽ ഞാനൊന്നും മിണ്ടാൻ തയ്യാറല്ല. ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് എവിഡൻസ്. അതിനകത്ത് ഇത്ര കാണുന്നു, ആ പോയിന്റിൽ അതൊന്നും ഞാൻ പറയത്തില്ല. ഞാൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ഇരിക്കും. ഞാൻ നിങ്ങൾക്ക് അതിന്റെ റിയാലിറ്റി കൊണ്ടുവന്ന് കാണിക്കും. കാരണം ഞാൻ ചോദിച്ചിരിക്കുന്ന ഹെൽത്ത് മിനിസ്റ്ററുടെ അടുത്താണ്, മിനിസ്ട്രിയോടാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. സോ ദേ വിൽ ആൻസർ. വൺസ് ദേ വിൽ ആൻസർ, ആ സമയത്ത് ഞാൻ വന്ന് നിങ്ങളുടെ അടുത്ത് അതിന് കൃത്യമായിട്ട് പറയാം. എന്റേതാണ് ഒരു മറുപടി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ യു ഷുഡ് വെയിറ്റ്. കുറച്ച് സമയമെടുക്കും, അത്രയേ ഉള്ളൂ. അല്ല നിങ്ങൾക്ക് അവരൊക്കെ പറയുന്നതാണ് ഓക്കെ എങ്കിൽ ഗോ വിത്ത് ദം. അത്രയേ ഉള്ളൂ. ഞാൻ പറയാത്തൊരു കാര്യം എൻ്റെ തലയെ കൊണ്ട് വെക്കരുത്. അവളെ ചതിച്ചു, അവളെ ഉപദ്രവിച്ചു, അവളെ പറഞ്ഞു, അവളെ കൊന്നു, അവളെ ശവം തിന്നു എന്തൊക്കെ പറയുന്നവർ തെളിവും കൂടെ വെക്കണം. എന്നെ പറയുമ്പോൾ തിരിച്ചു പറയുന്നതാണ്. എന്നെ എന്തിനു പറയണ?
നിന്റെയൊക്കെ ജോലിയൊക്കെ പോടെ. നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാ? അപ്പൊ എനിക്കും ഉണ്ടാ സ്വാതന്ത്ര്യം. എന്റെ അഭിപ്രായം കേൾക്കാനിരിക്കുന്നവർ ഇവിടെ ഉണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ആ അഭിപ്രായം കേൾക്കാൻ ഇഷ്ടമുള്ളവർ വരും, കേൾക്കും, ഞാൻ പറയും. നിനക്കൊക്കെ നല്ല സൗകര്യം ഉണ്ടെങ്കിൽ ഇരുന്നാൽ മതി, ഇല്ലെങ്കിൽ എഴുന്നേറ്റ് പോകും, ജോലി നോക്ക്. തെറിവിളിയും മോശവും പറയണം നിന്റെയൊക്കെ വീട്ടിലെ സംസ്കാരമാണ്. ഒരു പെണ്ണിനെ ഇകഴ്ത്താൻ അവൾക്ക് 4 മാപ്പിളയുണ്ടെന്ന്, അവളെ കൊച്ചുങ്ങൾക്ക് അച്ഛനില്ല എന്നൊക്കെ പറയുന്നതാണ് നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്ന ക്വാളിറ്റി എങ്കിൽ ആ പറഞ്ഞോ, ഞങ്ങൾക്ക് കംപ്ലൈന്റ് ഇല്ല. ഞങ്ങളുടെ വീട്ടിൽ ഇപ്പൊ എന്റെ മക്കൾക്ക് പരാതിയില്ല, എന്റെ ഭർത്താവിന് പരാതിയില്ല, അദ്ദേഹത്തിന്റെ കുട്ടിയല്ലെന്ന് അദ്ദേഹം എവിടെയും വന്ന് പറഞ്ഞിട്ടില്ല, മറ്റൊരു പെണ്ണിന്റെ ചോറ് വാരി തിന്നിട്ടില്ല, അതിന്റെ ആവശ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു മാരേജും ഞാൻ സെക്കൻഡ് ഓപ്ഷൻ അല്ല, ഒരിക്കലും അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ എന്റെ ക്രിസ്റ്റൽ ക്ലിയറായ ഓപ്പൺ ബുക്കായ എന്റെ ലൈഫിൽ കയറി നിന്ന് ചൊറിഞ്ഞു മാന്തി പറയുന്നവർക്ക് എന്താണ് നടന്നതെന്ന് അന്വേഷിക്കുക. പിന്നെ എനിക്കെതിരെ കേസ് കൊടുത്തവൻ ഉണ്ടയാണ്. ഞാൻ കൊടുത്ത കേസ് ആദ്യം എടുക്കട്ടെ, എന്നിട്ടേ നിന്റെയൊക്കെ കേസ് എടുക്കുന്നുള്ളൂ. ഞാൻ കൊടുത്തിട്ടുണ്ട് പരാതികൾ. മാനഹാനി മാത്രമല്ല, ഒരാളുടെ വൈകല്യത്തെ വരെ കളിയാക്കിയ വൃത്തികെട്ട ജന്തുക്കളാണ് വൈകല്യത്തെ കളിയാക്കുന്ന. അത് കൊള്ളാമോ? നിങ്ങൾക്ക് എന്റെ വൈകല്യത്തെ കളിയാക്കുമ്പോൾ നിങ്ങൾക്ക് സുഖം തോന്നുന്നുണ്ടെങ്കിൽ തിരിച്ചു പറയുമ്പോൾ നിങ്ങളും ആ സുഖം അനുഭവിക്കണം. അത്രേ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ. അപ്പൊ ഞാൻ ഇതിനകത്ത് ഇല്ല, അതുകൊണ്ട് വണ്ടറടിച്ചാണ് ഞാൻ പറഞ്ഞത്. ആൻഡ് ഐ നോ ദാറ്റ് ഞാൻ ടാർഗറ്റഡ് ആണ്. എന്റെ ജീവൻ എപ്പോൾ വേണോലും നഷ്ടപ്പെടാം. ഇവരെന്നെ ടാർഗറ്റ് ചെയ്ത് കൊല്ലാനാണ് നടക്കുന്നത്. കാരണം ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇവരുടെ ആ ഒരു റാക്കറ്റ് സാധനം ഞാൻ പുറത്തേക്ക് കൊണ്ടുവരും എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ജീവൻ അപകടത്തിലാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഒന്നിലേതെങ്കിലും നല്ലൊരു പാണ്ടി ലോറി കൊണ്ടൊന്ന് ഇടിപ്പിക്കുമായിരിക്കും. ഇവരെൻ്റെ വണ്ടി ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന വണ്ടി ഓടിക്കുന്ന സ്ത്രീയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്നിലതായിരിക്കും. അല്ലെങ്കിൽ ഇവർ അല്ലാത്ത രീതി, അതിനാണ് ഇവർ അഡ്രസ്സൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അന്വേഷിക്കുന്നത്. എന്നെ കാണാനാണെങ്കിൽ അവിടെ വന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലുമല്ലോ. അവിടെ വരാതെ എൻ്റെ വീട് അഡ്രസ്സ് അന്വേഷിക്കുന്നതിൻ്റെ റീസൺ, എൻ്റെ വീട് അഡ്രസ്സ് അന്വേഷിച്ച് വീഡിയോ ഇടുന്ന ഒരാളെയും നിങ്ങൾ വിടരുത്. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അവരാണ് എൻ്റെ ബിഹൈൻഡ്, എന്നെ തീർക്കുന്നതിൻ്റെ ബിഹൈൻഡ് അവരാണ് എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ഇവരെല്ലാം ഒരു കുമ്പലായിട്ട് നിൽക്കുന്നത് ഇവരെല്ലാം അതിനകത്ത് ലിങ്ക്ഡ് ആയതുകൊണ്ടാണ്. പ്ലക്കമ്മയായിരുന്നാലും സുനയായിരുന്നാലും കൂക്കി സുനയായിരുന്നാലും ഇവർക്കൊക്കെ ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ട്. ഇവരുടെയൊക്കെ ഫിനാൻഷ്യൽ സ്രോതസ് എവിടെ നിന്ന് അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട്. അതിലേക്കൊക്കെ ഞാൻ വരുന്നതേ ഉള്ളൂ. വരും ദിവസങ്ങളിൽ അതിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് ഞാൻ ഇറങ്ങും. തീർച്ചയായിട്ടും ഇത് അന്വേഷണ വിധേയമാക്കേണ്ട ഒരു വലിയ സീരിയസ് സാധനമാണ്. ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന യൂട്യൂബേഴ്സ് ഒന്നും അവെയർ അല്ല കേട്ടോ ഇതിനെപ്പറ്റിയൊന്നും. ആൻഡ് ദേ ആർ നോട്ട് റിയലൈസിങ് ഇറ്റ്. എന്താണ് നടക്കണം, ചുറ്റും നടക്കുന്ന അവർക്ക് മനസ്സിലാവുന്നില്ല. അവർ നോക്കുമ്പോൾ കുറേ പേര് കൺഫ്യൂസ് ആണ്. ക്യാൻസർ പേഷ്യന്റിനെ പറ്റി വല്ലതും പറഞ്ഞ പ്രശ്നമാവുമോ? അത് കുഴപ്പമാണോ? എന്നാൽ മിണ്ടാതിരിക്കാം, എന്നാൽ അവൾ എന്തെങ്കിലും കാണിക്കട്ടെ, അങ്ങനെ. പിന്നെ അടുത്ത് ഇത് പറഞ്ഞാൽ കുഴപ്പമാവോ? ഇത് കുഴപ്പമാണോ? ഈ കൺഫ്യൂഷൻ അവർക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആക്ച്വലി യു ഗൈസ് നീഡ് ടു സ്പീക്കപ്പ്, പറയുക. കാരണം ഇത് അവർ ചെയ്തിരുന്ന ഒരു രാജ്യവിരുദ്ധ പ്രവർത്തനമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാനാണോ അവർ ഈ കളി കളിക്കണമെന്നൊരു ഡൗട്ടുണ്ട്. ഇനി അവർക്കൊരു അസുഖം ഉണ്ടെന്ന് വെക്കുക, മൂക്കുപനി വന്ന ആളുകൾ മരിച്ചു പോകും. ഇപ്പൊ എൻ്റെ ഒരു അങ്കിള് മരണപ്പെട്ടത് ഒരു പനി വന്നിട്ടാണ്. അദ്ദേഹം ഹെൽത്തി ആയിരുന്നു, 100% ഹെൽത്തി ആയിരുന്നു. അദ്ദേഹത്തിന് പനി വന്നു. അദ്ദേഹത്തിന് BP ഇതായതുകൊണ്ട് തന്നെ, BP ഹൈ ആയതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ നടന്നില്ല. അദ്ദേഹം പനി വന്ന മരണപ്പെട്ടത്. ആങ്കിള് മരിച്ചുപോയി. മരണമെന്ന് പറയുന്നത് നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമൊന്നുമല്ല. എപ്പോഴും വരാം. എനിക്ക് പെട്ടെന്നൊരു തിക്കുമുട്ടൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ചത്തുപോകും, അങ്ങനെ വരാം. അതൊന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നൊരിതല്ല. പക്ഷെ എന്താണെന്നറിയാമോ, 10 പേരെ കൊണ്ട് നല്ലത് പറയിക്കാൻ ശ്രമിക്കുക. എനിക്ക് വേണമെങ്കിൽ മതി. മക്കളുടെ വൈരുദ്ധ്യത, മക്കളുടെ വ്യത്യാസത, ഇതൊക്കെ പറയുമ്പോൾ പിന്നെ ഷെഫീന ബീബി എന്തുകൊണ്ട് ഷെഫീന ബീബിയുടെ നാക്കിനെ എന്തിനു ഭയക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് സാധാരണ പിള്ളേരെ കണക്കിരുന്നിട്ട് അവനങ്ങനെ പറഞ്ഞു, ഇവനിങ്ങനെ പറഞ്ഞു, അവരങ്ങനെ പറഞ്ഞു, പിന്നെ കൊണേശ ഇരുന്നിട്ട് ഒന്ന് ലാഗ് അടിച്ച് പറയുന്നു, ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ടു ദ പോയിന്റ്, കറക്റ്റ് ദ പോയിന്റ്, കൃത്യമായി പറയും. അതാണ് എന്നെ അവർക്കുള്ള പ്രശ്നം. അല്ല എനിക്കിങ്ങനെ പൊലിപ്പിച്ച് താളം ചവിട്ടി ഇന്ന് സംസാരിക്കാൻ എനിക്കറിയില്ല, ഞാനത് പഠിച്ചിട്ടില്ല. എന്നെ വിശ്വസിക്കുന്ന കുറച്ച് പേരുണ്ട്. എനിക്ക് അവർ തന്നെയാണ് വലിയ കാര്യം, അവരാണ് എന്നെ നിലനിർത്തുന്നത്. ഐ എം വെരി ഹാപ്പി വിത്ത് ദം. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. നിങ്ങൾ കാണണ്ടെങ്കിൽ കാണണ്ടേ, നിങ്ങൾ മാറിയിരി. ഷെഫീന ബീബിയെ മൊത്തം ചാനലുകാരെടുത്ത് വെച്ച് ഊക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു പില്ലുമില്ല. 16ഓളം വരുന്ന യൂട്യൂബേഴ്സ് ഒന്നടങ്കം കയറിയിട്ട് അലക്കി തിരിച്ചു പറയാൻ ഒരു ചാനൽ പോലും വെച്ചേക്കാതെ അടിച്ചു കളഞ്ഞിട്ട് ഇവിടെ നിലനിന്നോളാം ഞാൻ. അതായത് കടല് നീന്തി കയറിയോളാണ് ഞാൻ. കടല് പിന്നെയല്ലേ ചെറിയ നാൾ വഴിയുള്ള കുച്ചാണ്ടി നാല്. കടല് നീന്തി കയറിയവരിടത്തൊന്നും കളിക്കാൻ നിൽക്കരുത്, അതൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. നമ്മൾ ശക്തരാണ് എന്ന് നമുക്ക് ബോധ്യമുള്ളിടത്തോളം മറ്റൊരാളുടെ പെർമിഷനോ സപ്പോർട്ടോ ഒന്നും വേണ്ട. അപ്പോൾ ഈ വിഷയത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നതിൻ്റെ കാരണം ഞാൻ അന്തം വിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലക്ഷ്മി പ്രിയ വന്ന് പറഞ്ഞിട്ടുണ്ട്, സജന ഫിറോസ് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, സജന നൂറ്, സജന പൂക്കുട്ടി അവരൊന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഒത്തിരി പേര് ഇതിനെ റിലേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇനിയും വരാനുണ്ട് ആൾക്കാർ.
വരട്ടെ, അറിയട്ടെ. ആ ചരിത്രങ്ങൾ നിങ്ങൾക്ക് അറിയണ്ടേ? നിങ്ങളും കൂടെ അറിഞ്ഞിരിക്കണ്ടേ? ഇവര് കുറച്ച് മേക്കപ്പൊക്കെ ഇട്ട് ഇങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോൾ ഇവർക്ക് കിട്ടുന്ന ഫിനാൻഷ്യൽ കണ്ടീഷൻ അല്ലെങ്കിൽ ആ സ്രോതസ് കണ്ടിട്ട് അതിലേക്ക് കൂടുതൽ കുട്ടികൾ അട്രാക്റ്റ് ആയി. പണ്ടൊരു കാലം ഉണ്ടായിരുന്നു, എൻ്റെയൊക്കെ ഒരു ടീനേജ് സമയത്തൊക്കെ സൂര്യനെല്ലി, വിതുര കേസൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതേപോലുള്ള കാര്യങ്ങൾ നമുക്കിടയിൽ നടക്കും. നടക്കാതിരിക്കാൻ നമ്മളൊക്കെ വിജിലൻ്റ് ആവണം, നമ്മുടെ കുട്ടികളെ വിജിലൻ്റ് ആക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയാണ്. നിങ്ങൾക്കൊക്കെ മഹാനടനാണ് ജഗതി, എനിക്ക് അതേ മഹാനടനല്ല. ദ റീസൺ ഓൺലി അത് വിതുര കേസാണ്. ഞാൻ ഡിഫറൻ്റ് ആണ്, എനിക്ക് അങ്ങനെ ചിന്തിക്കാനാണ് ഇഷ്ടം. എന്നെ പിടിച്ചടക്കാന്നുള്ള തെറ്റിദ്ധാരണയും കൊണ്ട് ഒരുത്തികൾ ഇറങ്ങണ്ട. എല്ലാത്തിനുള്ള 8:15 പണി ഞാൻ അവിടെ എഴുതി വെച്ചിട്ടാണ് ഞാൻ പോന്നിട്ടുള്ളത്. ബാക്കി തരും അങ്ങേരി വാങ്ങിച്ച് പുഴുങ്ങി തിന്നി. ഞാൻ ഇന്ന് ഈ ഒരു ഇതിൻ്റെ വെയിറ്റ്, നമ്മൾ 3 days വെയിറ്റ് ചെയ്യണം. നമ്മൾ ഏതൊരു വിഷയത്തിന് വേണ്ടിയിട്ട് ഏതൊരു സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ മെസ്സേജ് കൊടുത്താലും വി നീഡ് ടു വെയിറ്റ് ഫോർ 3 days. 3 working days നമ്മൾ അവർക്ക് കൊടുക്കണം. ആ 3 working days അവർ ആൻസർ ചെയ്തിട്ടില്ല വെച്ചാൽ ദെൻ ഫർദറായിട്ട് നമുക്ക് നീങ്ങണം. അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു നമുക്കിപ്പം സാമൂഹ്യക്ഷേമ വകുപ്പുണ്ട്, അതേപോലെ തന്നെ മെഡിക്കൽ ടേംസ് ഇങ്ങനെ ഒരു ഫെസിലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞ് അവയർനെസ് കൊടുക്കേണ്ട വകുപ്പുകളുണ്ട്. അപ്പോൾ അവർ വകുപ്പ് തലങ്ങളിൽ നിന്ന് യാതൊരു ഇടപെടലുകളും ഇത്തരത്തിലൊരു വൾഗാരിറ്റിക്ക് അഗൻസ്റ്റ് ഇല്ല എങ്കിൽ അത് നമ്മൾ ശരിക്കും അന്വേഷണ വിധേയമാക്കേണ്ട സാധനമാണ്. അപ്പോൾ അത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺസിൻ്റെ അടുത്തേക്ക് നമ്മൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ് ഓൺലി. ഞാൻ ഈ വിഷയങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഇവരുടെ ചീട്ട് ഫേക്കാണെന്നോ നല്ലതാണെന്നോ അതിനകത്തുള്ള ആധികാരിക ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പറയാത്ത കാര്യം ഇതിൻ്റെ തലയിൽ കൊണ്ട് വയ്ക്കാതിരിക്കുക. ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഞാൻ ഇതുവരെയും അതിൻ്റെ ഡെപ്ത് പറഞ്ഞിട്ടില്ല. ലോക്ക് ഇട്ടിട്ട് ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കഴുത്തൊന്ന് കണ്ടിച്ചാൽ വിശ്വസിക്കാൻ ഒക്കത്തില്ല, പേടിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ആധികാരികത അറിയാത്തത് കൊണ്ടാണ് ഞാനൊന്നും പറയാത്തത്. സോ ഈ വിഷയത്തിൽ ഞാൻ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യും. ഇത് ആ വീഡിയോ അല്ല, ഞാനൊരു എക്സ്പ്ലനേഷൻ തന്നേ ഉള്ളൂ. ഇവരുടെയൊക്കെ വീഡിയോസൊക്കെ കണ്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്, ഇതെന്തോ നടക്കുന്നേ എന്ന്. പിന്നെ ഞാൻ എൻ്റെ സ്വന്തം നാട്ടിലുള്ള തിരുവനന്തപുരത്ത്, സ്വന്തം നാട്ടിൽ വന്ന് നിൽക്കുന്ന ഷെഫീനായ ഒരു മുട്ടയിടാനില്ല. ഞാൻ ഇത് കോട്ടയത്തായിരുന്നെങ്കിൽ കുറച്ചുകൂടെ മൗനമായിട്ട് എഴുതണം. എൻ്റെ നാട്ടിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന, അനന്തപത്മനാഭൻ്റെ മണ്ണിൽ ജനിച്ചു വളർന്ന ഷെഫീന ബീവിയെ മുട്ടയിടാനും മാത്രമുള്ള ആംപ്ലിഫയറുള്ള എല്ലാ മലരന്മാർക്കും ഊക്കി ചുമന്ന കരങ്ങളോടെ, ഊക്കി ചുമന്ന കരങ്ങളോടെ പോടെ. ഞാൻ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതിന് മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്കാണ്, ഷെയർ അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ചെയ്താൽ സന്തോഷം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.